ഹലോ ഗായ്സ്, ഇപ്പോൾ രാവിലെ കോളേജിൽ പോയപ്പോൾ പുറത്ത് നല്ല മഴയായിട്ട് അപ്പോൾ നമ്മൾ അകത്ത് കയറി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം വെളിയിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 കോളേജ്, ഒരു കോളേജ് ഞങ്ങളുടെ കോളേജാണ് കേട്ടോ, TKM കോളേജ്. അപ്പോൾ ഞാൻ പുറത്തായി കണ്ടില്ലേ, നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ അവിടെ ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളും നമ്മുടെ പോച്ചയൊക്കെ ചെത്തിക്കളയലും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അടിപൊളി പരിപാടിയാണ് കേട്ടോ. കൊല്ലത്ത് 3 കോളേജിലുള്ള അതിലൊരു കോളേജ് ഞങ്ങളുടെ കോളേജാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഗാർഡനിൽ അവിടെയുള്ള ചെടിയൊക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കോളേജിലാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, ഓരോരോ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതാ നമ്മുടെ കെട്ടിയിട്ടുള്ള തോരണങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയ തോരണങ്ങളൊക്കെ വെക്കാനായിട്ട് അത് അഴിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള മഴ ഗൈസ്. ഇതാണ് പ്രശ്നം, ഒന്നും നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ മഴ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കുറേ നേരം കയറിയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ മഴയൊന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വെക്കാനായിട്ട്. നമ്മൾ ആ റിബൺ മൊത്തം അഴിച്ചു മാറ്റിയിട്ട് പുതിയ റിബണും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം വീണ്ടും മഴ പെയ്തപ്പോൾ വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഗൈസ്. ഈ കയ്യിലൊക്കെ എന്താ പറ്റിയെന്ന് അറിയില്ല, മഴ പെയ്ത് തണുത്ത് കൈയൊക്കെ കിടന്ന് വിറയ്ക്കുകയാണ് കേട്ടോ ചുമ്മാ കിടന്നിട്ട്. അപ്പോൾ ഇതാ വെളിയിൽ നമ്മൾ കലോത്സവത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാറന്മാർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിബണിൻ്റെ ഒരു പരിപാടിയിലേക്ക് നമ്മൾ ഇരുന്നു കേട്ടോ. ഇതേ കണക്കാണ് റിബൺ നമ്മൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് എങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടോ. ഇതേപോലെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് വൈറ്റ് കളർ റിബൺ ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടായിട്ട് വൈറ്റും റെഡും